ഹായ് മക്കളെ, +1 കെമിസ്ട്രിയിലെ ചാപ്റ്റർ 9 ഹൈഡ്രോ കാർബൺസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റൂളുകൾ പഠിപ്പിച്ചു തരാം. മാർക്കോണിക്കോസ് റൂളും ആൻറ്റി മാർക്കോണിക്കോസ് റൂളും നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഒരു ചെറിയൊരു എക്സാമ്പിൾ ചെയ്തിട്ട് നമുക്ക് ആ റൂളിലോട്ട് പോവാം. ഇതേടാ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എടുക്കുന്ന ഒരു റിയാക്ഷൻ ആണ്. പ്രൊപ്പീൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് എടുക്കുകയാണ്. CH3 CH ഡബിൾ ബോണ്ട് CH2 എന്ന് പറയും. ഇതിലോട്ട് നമ്മളൊരു റിയേജൻറ്റ് അല്ലെങ്കിൽ ഒരാളെ ആഡ് ചെയ്യാണ്, HBr പോലുള്ള ആൾ. HBr ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 പ്രോഡക്റ്റുകൾ ഇവിടെ കിട്ടും. അതായത് HBr എന്ന് പറഞ്ഞ ആളെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് പ്രോഡക്റ്റ് വരാം. ഓക്കെ, CH3 CH HBr എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും പോവാം. ഡബിൾ ബോണ്ടിലോട്ട് ആഡ് ചെയ്യണ സമയത്ത് HBr എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്യും. H വേറെയും Br വേറെയും. ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ ഡബിൾ ബോണ്ടിൽ ഒരു സ്ഥലത്ത് എച്ചും വരും, മറ്റേ സ്ഥലത്ത് ആരും വരും, Br-ഉം വരും. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടും ആദ്യം അല്ലേ. CH3 CH Br-ഉം അതേപോലെ തന്നെ ഇവിടെ CH2 എച്ചും വരും. അപ്പോൾ CH2 എച്ച് വന്നാൽ 3 ഹൈഡ്രജനാറ്റമായി. അപ്പോൾ CH3 ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ Br-ഉം വരും. ഓക്കെ ആണോ? ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കിട്ടും. അല്ലെങ്കിൽ ഈ പറഞ്ഞ സെയിം സാധനം തന്നെ മാറി വരാം. എച്ചിന് വേണമെങ്കിൽ ഈ കാർബണിലോട്ടും ഈ Br-ന് വേണമെങ്കിൽ ഈ കാർബണിലോട്ടും പോവാം. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും പ്രോഡക്റ്റ് വരാം? CH എച്ചിൽ ഒരു ഹൈഡ്രജനും കൂടി വന്നപ്പോൾ 2 ആയി. ഇനി CH2Br എന്നും വരും. ഓക്കെ, ഇങ്ങനെ 2 പ്രോഡക്റ്റുകളായിരിക്കും അവിടെ കിട്ടുക. അപ്പോൾ ഇങ്ങനെ 2 പ്രോഡക്റ്റ് കിട്ടുമ്പോൾ ഏതാണ് മേജർ പ്രോഡക്റ്റ് ഇവിടെ കൂടുതൽ ഉണ്ടാവുന്നത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന റൂളാണ് നമ്മുടെ മാർക്കോണിക്കോസ് റൂൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ആൽക്കീനിലോട്ട് നമ്മൾ HBr പോലുള്ള ഒരു റിയേജൻ്റ് ആഡ് ചെയ്യുമ്പോൾ 2 പ്രോഡക്റ്റുകൾ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ HBr എന്ന് പറയുമ്പോൾ Br ഒരു ഡബിൾ ബോണ്ടിലുള്ള ഏതെങ്കിലും ഒരു കാർബണിലോട്ടും H വേറൊരു കാർബണിലോട്ടായിരിക്കും പോവാം. അങ്ങനെ 2 പോസിബിലിറ്റിയാണ് നമുക്കുള്ളത്. Br ഒന്നില്ലെങ്കിൽ ഇവിടെ വരാം, അപ്പോൾ നമുക്ക് ആദ്യത്തെ കോമ്പൗണ്ട് രണ്ടാമത്തെ കോമ്പൗണ്ട് കിട്ടും. Br വേണമെങ്കിൽ ഈ കാർബണിൽ വരാം, അപ്പോൾ ആദ്യത്തെ കോമ്പൗണ്ട് കിട്ടും അല്ലേ. ഇങ്ങനെ വരുമ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും മേജർ പ്രോഡക്റ്റ് എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മാർക്കോണിക്കോസ് റൂൾ. അപ്പോൾ അതേടാ മാർക്കോണിക്കോസ് റൂൾ ഒന്ന് പറയാം നമുക്ക്. മാർക്കോണിക്കോസ് റൂൾ എന്ന് പറയുന്നത് ഇൻ കേസ് ഒരു അൺസിമെട്രിക്കൽ റിയേജന്റ് ആഡ് ചെയ്യാം. വെൻ ആൻ അൺസിമെട്രിക്കൽ റിയേജന്റ് എന്ന് പറഞ്ഞാൽ HBr HCl പോലുള്ള ഒരു റിയേജന്റ്. ഓക്കെ, HBr HCl ഇതൊക്കെയാണ് അൺസിമെട്രിക്. ഇപ്പോൾ Br2 എന്നൊക്കെ പറഞ്ഞാൽ സിമെട്രിക്കൽ റിയേജന്റാണ്. അൺസിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ HBr HCl ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരു ഡബിൾ ബോണ്ടിലോട്ട് ആഡ് ചെയ്യണം. അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഡബിൾ ബോണ്ട്, അതായത് ഡബിൾ ബോണ്ടിന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ഒരു അൺസിമെട്രിക്കൽ ഡബിൾ ബോണ്ടിൽ ആഡ് ചെയ്യുമ്പോൾ HBrലെ നെഗറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ H കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാത്തിനെയും കൂടിയാണ് നമ്മൾ നെഗറ്റീവ്. അപ്പോൾ ഇവിടെ എന്ത് വരും? Br. HCl നെഗറ്റീവ് പാർട്ട് ഏതായിരിക്കും? Cl ആയിരിക്കും. അത് ഏത് കാർബണിൽ അറ്റാച്ച് ചെയ്യുന്നത്? ദാറ്റ് വിൽ അറ്റാച്ച് വിത്ത് ദ കാർബൺ ആറ്റം ക്യാരിങ് ദ സ്മോളർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഏറ്റവും കുറവ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഡബിൾ ബോണ്ട് ഉള്ളതിൽ, ഡബിൾ ബോണ്ട് പ്രസന്റ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിൽ കുറവ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം മാർക്കാണോ ആ കാർബണിലായിരിക്കും നമ്മുടെ HBrൻ്റെയും HClൻ്റെയും നെഗറ്റീവ് പാർട്ടുകൾ പോയിട്ട് അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ എന്ത് റൂൾ എന്ന് പറയുന്നത്? മാർക്കോണിക്കോ റൂള് എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ എഴുതിയില്ലേ CH3 CH ഡബിൾ ബോണ്ട് CH2, ഇതിലോട്ട് HBr ആഡ് ചെയ്യണ സമയത്ത് ഞാൻ പറഞ്ഞു Br-ന് നെഗറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് Br ആണ്. Br എങ്ങോട്ടൊക്കെ പോവാൻ നമുക്ക് 2 കണ്ടീഷൻസ് ഉണ്ട്. ഐദർ ഈ ഒന്നാമത്തെ കാർബണിലോട്ടോ അല്ലെങ്കിൽ ഈ കാർബണിലോട്ടോ പോവാം. അപ്പം അങ്ങനെ പോകുമ്പോൾ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും കുറവ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ളതായിരിക്കും. എവിടെയാ കുറവ്? ഡബിൾ ബോണ്ടിലുള്ളതിൽ കുറവ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ളത്. അറ്റത്തെ കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻസ് ഉണ്ട്. വേറെ നടുക്കതയിലോ 1 ഹൈഡ്രജൻ ഉള്ളൂ. കുറവ് എവിടെയാ? നടുക്കുള്ള കാർബണിലാണ്. അപ്പം അവിടെ ആയിരിക്കുള്ളൂ Br പോവുക. സോ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CH3 CH Br CH ഡബിൾ ബോണ്ട് പോകും. അപ്പോൾ ഇവിടെ CH2ൽ അത് H വരും, CH3 ആയിട്ട്. ഇതായിരിക്കുള്ളൂ നമ്മുടെ മേജർ പ്രോഡക്റ്റ്. മറ്റേ പ്രോഡക്റ്റിലെ Br ആദ്യത്തെ കാർബണിൽ പോയിട്ടുള്ളത് അത് മൈനർ ആയിരിക്കും. അപ്പോൾ നമ്മൾ മേജർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതും കേട്ടോ. അതാണ് മാർക്കോണിക്കോസ് റൂൾ പറയുന്നത്. മാർക്കോണിക്കോസ് റൂൾ പ്രകാരം നെഗറ്റീവ് പാർട്ട് എപ്പോഴും പോകുന്ന കാർബൺ വിത്ത് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. കുറവ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എവിടെയാണോ അവിടെ ആയിരിക്കും നമ്മൾ ആര് പോകുന്നത്? നമ്മുടെ നെഗറ്റീവ് പാർട്ട് പോകുന്നത് ഡബിൾ ബോണ്ടിൽ. അപ്പോൾ ഇവിടെ ആദ്യത്തെ കാർബണിൽ കൂടുതൽ നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിൽ പോവില്ലേ, അത് നമുക്ക് അവിടെ മൈനർ പ്രോഡക്റ്റ് ആയിരിക്കും. ഓക്കെ, മൈനർ പ്രോഡക്റ്റ് ആയിരിക്കും. CH2Br ദാറ്റ് ഈസ് മൈനർ പ്രോഡക്റ്റ്. ഓക്കെ, മൈനർ പ്രോഡക്റ്റ് ആയിരിക്കും വരുന്നത്. പറഞ്ഞ കാര്യം ഓക്കെ ആണല്ലോ. മേജർ പ്രോഡക്റ്റ് ആൻഡ് മൈനർ പ്രോഡക്റ്റ്. മേജർ പ്രോഡക്റ്റ് ആണ് നമ്മൾ എപ്പോഴും എഴുതാറ്. വെറുതെ ഒരെണ്ണം മാത്രം, ഒരു പ്രോഡക്റ്റ് മാത്രമാണ് എഴുതാൻ പറയുന്നത്. മേജർ മാത്രം എഴുതാം.
രണ്ടും എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും എഴുതണം. മേജർ മൈനർ എന്ന് ഡിനോട്ടും ചെയ്തിരിക്കണം. മേജർ പ്രോഡക്റ്റ് എപ്പോൾ എങ്ങനെയായിരിക്കും? ഡബിൾ ബോണ്ടുകൾ ആഡ് ചെയ്യും, ഡബിൾ ബോണ്ടിലോട്ട് അൺസിമെട്രിക്കൽ റിയേജന്റുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നെഗറ്റീവ് പാർട്ട് എവിടെയാണ് പോകുന്നത്? നമ്മുടെ സ്മോളർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ളവർക്കായിരിക്കുള്ളൂ കാർബണിലായിരിക്കും പോവുക. ഡബിൾ ബോണ്ടിലുള്ള സ്മോളർ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള സ്മോളർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബണിലോട്ടായിരിക്കും പോവുക കേട്ടോ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാർക്കോണിക്കോസ് റൂൾ. സ്റ്റേറ്റ്മെന്റ് പഠിക്കണം. എക്സാമിന് ചോദിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് അടക്കം ചോദിക്കാറുണ്ട്, പ്ലസ് ഇതുപോലെയുള്ള എക്സാമ്പിൾ ചോദിക്കും. ആൻഡ് വിച്ച് റൂൾ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദി മേജർ പ്രോഡക്റ്റ് എന്ന് ചോദിക്കുമ്പോൾ എഴുതണം മാർക്കോണിക്കോസ് റൂൾ ആണെന്ന് പറയാം. ഇനി മാർക്കോണിക്കോസ് റൂളിന് നേരെ ഓപ്പോസിറ്റ് ഒരു റൂൾ ഉണ്ട്. അതിന് 2-3 പേരുകളിൽ പറയാറുണ്ട്. ആന്റി മാർക്കോണിക്കോസ് റൂൾ എന്നും അതേപോലെ പെറോക്സൈഡ് ഇഫക്റ്റ് എന്നും വിളിക്കും, അല്ലെങ്കിൽ ക്രാഷ് എഫക്റ്റ് എന്നും വിളിക്കാറുണ്ട്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. HBr പോലുള്ള ആൾക്കാരെ അൺസിമെട്രിക്കൽ റിയേജന്റ് ആഡ് ചെയ്യുമ്പോൾ ഒറ്റ കാര്യം, ഇവിടെ ഓർഗാനിക് പെറോക്സൈഡുകൾ ആഡ് ചെയ്യാന്ന് വെച്ചോ. ഓർഗാനിക് പെറോക്സൈഡ് ആഡ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്ന വ്യത്യാസം ഉണ്ടാവും. ഇതേടാ സെയിം റിയാക്ഷൻ തന്നെ നമ്മൾ എടുക്കാന്ന് വെച്ചോ. CH ഡബിൾ ബോണ്ട് CH2. ഇവിടെ HBr തന്നെയാണ് ആഡ് ചെയ്യുന്നത്, പക്ഷേ ഒരു വ്യത്യാസം. HBr ആഡ് ചെയ്തപ്പോൾ ഇവിടെ C6H5 CO twice O എന്ന് എഴുതാന്ന് വെച്ചോ. CO twice O2. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഓർഗാനിക് പെറോക്സൈഡ്, ബെൻസോയിൽ പെറോക്സൈഡ് എന്നാണ് ഇതിനെ വിളിക്കുക. ഇങ്ങനെ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഈ പെറോക്സൈഡ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് പാർട്ട്, HBrലെ നെഗറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ Br ആണ്. അത് ഏത് കാർബണിലോട്ടായിരിക്കും പോവുക? കൂടുതൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ. മാർക്കോണിക്കോസ് റൂൾ പ്രകാരം ഇവിടെ കുറവ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ളവർത്താണ് പോകുന്നതെങ്കിൽ ഇവിടെ പെറോക്സൈഡ് ഉള്ളതുകൊണ്ട് ഇവിടെ എപ്പോഴും മെക്കാനിസം നടക്കുമ്പോൾ എങ്ങനെയായിരിക്കും? കൂടുതൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ളവർക്കായിരിക്കും പോവുക. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നതിൽ മേജർ ആയിട്ട് വരുന്ന CH2Br എന്നായിരിക്കും വരാം. സോ ഇതായിരിക്കുള്ളൂ അവിടുത്തെ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൈനർ പ്രോഡക്റ്റോ? മൈനർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CH3, നമ്മുടെ നടുക്കത്തെ കാർബൺ, ലെസ്സർ നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിൽ വരും, ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആയിട്ടുള്ള കാർബണിൽ വരുമ്പോഴാണ് വരാം കേട്ടോ. ഇത് മൈനർ പ്രോഡക്റ്റ്, മേജറും മൈനറും. ഓക്കെ, ഇപ്പോൾ പെറോക്സൈഡ്, ഓർഗാനിക് പെറോക്സൈഡ് വരുമ്പോൾ ഇവിടെ മേജർ പ്രോഡക്റ്റ് ഉണ്ടാകുന്നുണ്ട്, മൈനർ പ്രോഡക്റ്റും ഉണ്ടാകുന്നുണ്ട്. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് പെറോക്സൈഡ് ഇഫക്റ്റ് എന്ന്. പെറോക്സൈഡ് ഇഫക്റ്റും ഇതുപോലെ നമ്മുടെ കംപ്ലീറ്റ് ദ ഫോളോയിങ്ങിലൊക്കെ ചോദിക്കുമ്പോൾ അറിഞ്ഞിരിക്കണം പെറോക്സൈഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ. ഇനി ഓർഗാനിക് പെറോക്സൈഡ് തന്നെ വേണം എന്നില്ല, വെറുതെ H2O2 എന്ന് തന്നാലും നമ്മുടെ അഡീഷനിൽ വ്യത്യാസം ഉണ്ടാവും. നടക്കുമ്പോൾ എങ്ങനെയായിരിക്കും? Br വരുന്നത് അറ്റത്തെ കാർബണിൽ തന്നെയായിരിക്കും. ഓക്കെ, അതേസമയം ഇങ്ങനെ ഒരു ഓർഗാനിക് പെറോക്സൈഡ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഏതായിരിക്കും മേജർ പ്രോഡക്റ്റ്? ഇടയിലുള്ള Br, കുറവ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആയിട്ടുള്ള കാർബണിലായിരിക്കും Br വരാം. സോ ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ മാർക്കോണിക്കോസ് റൂൾ ആൻഡ് ആന്റി മാർക്കോണിക്കോസ്. രണ്ടിന്റെ സ്റ്റേറ്റ്മെന്റുകൾ പഠിച്ചിരിക്കണം, പ്രോഡക്റ്റുകൾ എഴുതി നോക്കണം, മേജർ ആൻഡ് മൈനർ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാനും അറിഞ്ഞിരിക്കണം. സോ ഈ ഒരു രീതിയിൽ എന്തായാലും നോക്കുക. HBr മാത്രമല്ല HCl ആഡ് ചെയ്യുമ്പോഴും സെയിം കണ്ടീഷൻസ് തന്നെയാണ്. എന്തായാലും നോക്കുക, ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓക്കെ, സോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഈ ഒരു 2 എഫക്റ്റുകൾ നോക്കിയേക്കാം, അടിപൊളിയായിട്ട് നോക്കുക. സോ താങ്ക് യു.